അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വല്ലാത്ത പൊല്ലാപ്പിലാണിപ്പോൾ. റഷ്യ ട്രംപിനോട് കട്ടക്കലിപ്പിലാണ്. ഇനിയും ഇറാനെ ആക്രമിച്ചാൽ അത് മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആഗോളതലത്തിൽ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പുടിൻ ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നത്. ഇപ്പോഴേ രഹസ്യമായ എല്ലാ സൈനിക ഇന്റലിജൻസ് സഹായങ്ങളും റഷ്യ ഇറാന് നൽകുന്നുണ്ടെങ്കിലും അത് കൂടുതൽ പരസ്യവും തന്ത്രപ്രധാനവുമായ നിലയിലേക്കും ശക്തിയിലേക്കും മാറുമെന്ന സൂചനയാണ് റഷ്യ നൽകുന്നത്. ഇറാനെതിരെ ഇനിയും ഒരു ഏറ്റുമുട്ടലിന് ശ്രമിച്ചാൽ അത് നാശത്തിലായിരിക്കും കലാശിക്കുക. ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന ഉറച്ച താക്കീതാണ് റഷ്യ അമേരിക്കയ്ക്ക് നൽകുന്നത്. ചൈനയും ഏകദേശം ഇതേ നിലപാടുമായി ഈ രംഗത്തുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഏപ്രിൽ 29 നടത്തിയ ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന ഫോൺ സംഭാഷണത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ഇറാനിലെ നിലവിലെ യുദ്ധ സാഹചര്യത്തെക്കുറിച്ചാണ്. ഇറാനെതിരെ വീണ്ടും സൈനിക ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പുടിൻ ട്രംപിന് മുന്നറിയിപ്പ് നൽകി. ഇത് ഇറാനെയും അയൽ രാജ്യങ്ങളെയും മാത്രമല്ല ലോക സമൂഹത്തെ മുഴുവൻ ബാധിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാനെതിരെ US-ഉം ഇസ്രായേലും ബലം പ്രയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു. ഇറാനുമായുള്ള നിലവിലെ താൽക്കാലിക വെടിനിർത്തൽ നീട്ടാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ പുടിൻ സ്വാഗതം ചെയ്തു. ഇത് മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാനുമേലുള്ള നാവിക ഉപരോധം പിൻവലിക്കില്ല എന്ന വാശിയിലാണ് ട്രംപ്. ഇറാനാണെങ്കിലോ നാവിക ഉപരോധം പിൻവലിക്കാതെ ഹോർമൂസ് തുറക്കില്ലെന്നുമാണ്. ഹോർമൂസ് തുറന്നില്ലെങ്കിലോ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് തകിടമറിക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിൽ വില $125 എത്തി നിൽക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ ഹോർമൂസ് തുറക്കാനാവാത്തതിൽ ട്രംപിനോടും ഇസ്രായേലിനോടും കട്ടക്കലിപ്പിലാണ്. ചുരുക്കത്തിൽ അമേരിക്കയും ഇസ്രായേലും ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.